കലോത്സവ വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹോദരിമാരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പെൺകുട്ടികളുടെ മോണോ ആക്ട് വേദിയിൽ കയ്യടി നേടിയിരിക്കുകയാണ് ചേച്ചി മായ സാജൻ. ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നം അവതരിപ്പിച്ച് ഏറെ വ്യത്യസ്തമായി മായയുടെ മത്സരം കാണാൻ ട്രാൻസ്ജെൻഡർ രഞ്ജിമാരും എത്തി. സഹോദരി മയൂഖ സാജൻ കൂടിയാട്ടത്തിൽ എ ഗ്രേഡും സ്വന്തമാക്കി. കലോത്സവ വേദിയിലെ രണ്ട് സഹോദരിമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. രണ്ടുപേർക്കും രണ്ട് മത്സര ഇനങ്ങളിലായി എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. മോളെ പേരെന്താണ്? മയൂഖ സാജൻ. ഏത് ഇനത്തിലായിരുന്നു? കൂടിയാട്ടം. എ ഗ്രേഡ്. മോള് മായ സാജൻ മോണാക്ടിലാണ് എ ഗ്രേഡ്. ഉണ്ട്. ചേച്ചിയും അനിയത്തിയും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം മോണോ ആക്ടിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു മോൾ ഇത്തവണ അവതരിപ്പിച്ചത്? ട്രാൻസ്ജെൻഡറിന്റെ തീമാണ് നമ്മൾ അവതരിപ്പിച്ചത്. അത് കാണാൻ രഞ്ജിമാർ നേരിട്ട് എത്തിയിരുന്നു. കുറെ അവരുടെ സന്തോഷം എന്നെ അറിയിക്കുകയും ചെയ്തു. ഫുള്ള് കണ്ടു മോണാക്ട്, എന്നിട്ട് അവരുടെ സന്തോഷം അറിയിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ്? അതെ, അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. നമ്മള് എന്റെ സാറുണ്ട് കലാഭവൻ ഔഷാദ് സാറ് പറഞ്ഞിരുന്നു, അവരടുത്ത് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറ്റുമെങ്കിൽ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും അവർ വരാൻ പറഞ്ഞ വാക്ക് പാലിച്ചു, കാണാനെത്തി. അതും ഒരു സന്തോഷം. എത്ര വർഷമായി പഠിക്കുന്നു? ഞാൻ മോണാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പഠിക്കണത് 2 വർഷമായിട്ടേ ഉള്ളൂ. ഒരു അധ്യാപകന്റെ അടുത്ത് പോയിട്ട്, അതുവരെയും തനിയായിരുന്നു. 11 വർഷമായി മോണാക്ട് ചെയ്യുന്നുണ്ട്. ഈ കലോത്സവം എത്രാമത്തെ കലോത്സവമാണ്? ഇതിപ്പോ 2ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. രണ്ടിലും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? തൊട്ടു പോകരുത്, തൊട്ടാ ആ കൈ ഞാൻ വെട്ടും. പെറ്റമ്മയ്ക്കും ജന്മം നൽകിയ തന്തയ്ക്കും വേണ്ടാത്ത ഈ മനുഷ്യക്കോലങ്ങളെ എനിക്ക് വേണം. കൂടെ കിടത്തി കാമം തീർക്കാനല്ല സാറേ, മാറോട് ചേർത്ത് സാന്ത്വനം പകരാനാ. അതിന് നീ ആരടി? അതോ മഹാത്മാഗാന്ധിയോ? രണ്ടുമല്ല, ജീവിക്കുന്ന രക്തസാക്ഷികളുടെ അമ്മ. അമ്മ നീയൊക്കെ എങ്ങനാടി അതിന് അമ്മയാവുക? നോവെന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ 10 മക്കളെ പോറ്റുന്ന നോവ് അതെനിക്കറിയാം സാറേ. പെണ്ണിന്റെ മനസ്സാ ഞങ്ങൾക്ക്, പക്ഷേ ആണിന്റെ കരുത്താ, അത് മറക്കണ്ട. ആണല്ല പെണ്ണല്ലെന്നാരും കരുതേണ്ട. ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്. സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടി എറിഞ്ഞിടും പാരിൽ. നന്ദി, നമസ്കാരം. ഇത് സാറ് തന്നെ പഠിപ്പിച്ചതാണ് അല്ലെ? ഇത് ഇവിടെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ മോണാക്ടില്ല? മോളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതെ. ഇങ്ങനെ ഒരു തീം എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? സാറ് കുറെ തീമുകൾ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു വ്യത്യസ്ത തീമായി തോന്നി. ഇത്രയും നാള് മോണാക്ട് ചെയ്തിട്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഗുണം. കലയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ എതിർക്കാനും അതിനെ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു സംഭവമാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കലാരൂപം കൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലൊരു ഉന്നമനം ഉണ്ടാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു. എന്തായാലും നന്നായിട്ട് മോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കൂടിയാട്ടം കലാകാരിയെ കൂടി പരിചയപ്പെടാം. മോൾ എത്ര വർഷമായി കൂടിയാട്ടം പഠിക്കുന്നു? ഞാൻ ആദ്യത്തെ വർഷമായിട്ടാണ് കൂടിയാട്ടം പഠിക്കുന്നത്. ഇതിനു വേണ്ടി പഠിക്കുകയാണ്? അതെ, ഇതിനു വേണ്ടി പഠിക്കുക. കലോത്സവത്തിന് വേണ്ടി പഠിച്ചത്? കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ്. ഇത് തുടർന്നു കൊണ്ടുപോകാനും ആഗ്രഹമുണ്ടോ? അതെ, തുടർന്നു കൊണ്ടുപോകാൻ. കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്, ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കി എടുക്കണം. എങ്ങനെയുണ്ട് ഇത് പഠിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം? നല്ല സന്തോഷം. നല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ആദ്യം ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് പഠിക്കണമെന്ന് മുന്നേ തോന്നിയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഇനി തുടർന്ന് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് അതിലൊരു കോസ്റ്റ്യൂം ഒന്നും ഇല്ല, എന്നാലും ഒരു ചെറിയൊരു പെർഫോമൻസ് ചെയ്താലോ?
मच वगेना सह समन्धिः गन्धवम्. മനോഹരമായിട്ടുണ്ട്. മുഖത്തെ എക്സ്പ്രഷനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടതല്ലേ. കൈ പോലെ തന്നെ അതോടൊപ്പം ഇത് പാടുകയും ചെയ്യണം. മോളിപ്പോ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ്? ഞാൻ താര എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഞങ്ങൾ ബാലിവധാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വരുന്ന കലോത്സവങ്ങളിലൊക്കെ മറ്റിനങ്ങളിൽ കൂടി പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇതും കൂടിയാട്ടം തുടർന്നും കൊണ്ടുപോവുക, ജീവിതത്തിലൊരു ഭാഗമാക്കുക. എന്തായാലും രണ്ട് സഹോദരിമാരാണ്. അവരുടെ 2 തരത്തിലുള്ള മത്സര ഇനങ്ങളിലാണ് അവർ പങ്കെടുത്ത് എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.